ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2 സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമുണ്ട്. ഏറ്റെടുക്കാതിരുന്നാൽ നമുക്ക് നാശം സംഭവിക്കാം. 2 സംഭവങ്ങൾ. ഒന്ന്, ഞാൻ ടീമായിട്ട് കുറച്ച് വിദൂര സ്ഥലത്താണ് ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം പാട്ടുകാരുണ്ട്, സാക്ഷ്യം പറയുന്നവർ, ക്ലാസ് എടുക്കുന്നവർ, ഞങ്ങൾ ടീമായിട്ട് പോവാം. പോയ വഴിക്ക് ലഞ്ച് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അത് ഇച്ചിരി ലേറ്റായി ലഞ്ച് കഴിക്കാനായിട്ട്. ഞങ്ങളവിടെ കയറി മീൽസ് കഴിച്ചപ്പോൾ അതിൻ്റെ ഇത് മെനു കാർഡിൽ മീൽസിൻ്റെ ഭാഗമായിട്ട് പായസവും കൊടുത്തിട്ടുണ്ട്. ഇനി ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം അവിടെ പായസം തീർന്നു പോയിരുന്നു, പക്ഷെ ബാക്കി എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഒരു മീൽസ്. ഞങ്ങളിത് കഴിച്ച് തീരാറായപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വെയിറ്ററെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പായസം ഇതിനകത്തുള്ളതാണല്ലോ? അയ്യോ, അത് തീർന്നു പോയി. അല്ല, അത് പായസം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അങ്ങനെ പറഞ്ഞ് പുള്ളി നിർബന്ധം പിടിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കട്ടെ, ചിലപ്പം അകത്ത് കുറച്ച് കാണുമായിരിക്കാം, ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാം. മറ്റുള്ളവർക്കൊന്നും ഇല്ലായിരുന്നു, ഇയാൾക്ക് മാത്രം കൊണ്ടുവന്ന് കൊടുത്തു. പായസം പുള്ളി കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പായസം കുടിച്ച പാർട്ടി അദ്ദേഹം പറഞ്ഞു, അച്ഛാ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കണം. എന്നാ പറ്റി? വയറിനൊരു അസ്വസ്ഥത. അവസാനം ഞങ്ങൾ വണ്ടി ഒരുക്കി അവിടെ ഒതുക്കി സൈഡിലുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഓടി കയറി ഇങ്ങനെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ബാത്റൂം അവിടെ ഉണ്ട്, പൊക്കോളാൻ പറഞ്ഞു. ശരിക്കും അതിന് ശേഷം ഒരുപാട് ആ മനുഷ്യൻ, ഞങ്ങൾക്കാർക്കും വരാഞ്ഞുകൊണ്ട് ഞങ്ങൾക്കറിയാം ആ പ്രശ്നം വന്നത് ആ പായസത്തിൽ നിന്നാണ്. ഞാൻ ഓരോല്ലാം കാണിച്ച് തിരിമറി കാണിച്ചിട്ടാണോ അതോ ഇനി അതിനെന്തെങ്കിലും പഴക്കം സംഭവിച്ചിട്ടാണോ നമുക്കറിയില്ല. നോക്കി ആ മനുഷ്യൻ്റെ നിർബന്ധ ബുദ്ധി, ആ കൊതി, അത് എവിടെയാണ് കൊണ്ട് എത്തിച്ചത്. പിന്നെ എന്തുമാത്രം അതിൻ്റെ പേരിൽ ആ വയറിന് അസ്വസ്ഥപ്പെട്ടിട്ട് പുള്ളി സഹിക്കേണ്ടി വന്നു എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു സംഭവം, ഒരു യുവാവ് അവനിങ്ങനെ ഓരോ ചിന്ത കയറി കഴിഞ്ഞ നിർബന്ധ ബുദ്ധിയാണ്. അവനൊരു ദിവസം അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മട്ടൻ വേണം. മട്ടൻ അത് മറ്റു കാര്യങ്ങൾ പോലെ അത്രയും അവരുടെ ആ ഏരിയയിൽ അവൈലബിൾ അല്ല. പുള്ളി ഇവനിങ്ങനെ നിർബന്ധം പറഞ്ഞപ്പം പോയി നോക്കി ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാണെങ്കിലും കിട്ടുമെന്ന്. കിട്ടിയില്ല. കിട്ടാതെ തിരിച്ചു വന്നപ്പം പിന്നെ അതിലേറെ ദേഷ്യമായി. അവസാനം ഈ അപ്പൻ കഷ്ടപ്പെട്ട് എവിടെയോ ദൂരെ പോയിട്ട് മട്ടൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ മട്ടൻ കറിക്കകത്ത് എന്തെങ്കിലും വല്ലോ പറ്റിയിട്ടാണോ വല്ല പഴകിയിട്ടാണോ അല്ലെങ്കിൽ ഇവന് ഓവറായിട്ട് കഴിച്ചിട്ടാണോ എന്നറിയില്ല. ഇങ്ങനെ ഒരു നിർബന്ധവും കൊതി ഉണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പോൾ ആവശ്യത്തിലേറെ കഴിച്ചു കാണും. അവനും അത് വയറ്റി പിടിക്കാതെ വന്നപ്പോൾ പിന്നെ പ്രശ്നമായി, ലൂസ് മോഷനായി, പല പ്രാവശ്യം വീട്ടിൽ പോയി. അവൻ അവശനായി. അവനെ അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് അതിനകത്തു നിന്ന് രക്ഷപ്പെട്ടു പോരാനായിട്ട് സാധിച്ചത്. അപ്പം പറഞ്ഞൊരു കാര്യം, എൻ്റെ മകന് മട്ടൻ കറിയിലൂടെ കിട്ടിയത് മുട്ടൻ ഒരു പ്രശ്നം തന്നെയായിരുന്നു, മുട്ടൻ പണിയായി പോയെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്ന ചില വിലപിടിപ്പുള്ള പാഠമുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഇനി അതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യമാണ് നമ്മൾ കാണുക. നമുക്കറിയാമല്ലോ, അടിസ്ഥാന തിന്മകളിൽ ഒന്നാണ് ഗ്ലട്ടണി, കൊതി. അത് നമ്മെ എവിടെ കൊണ്ട് എത്തിക്കും, അതുമൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. യൂദിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. യൂദിത്ത് 12:16. ഭക്ഷണത്തോട് മാത്രമല്ല നമുക്ക് കൊതി ഉണ്ടാകാവുക. ഇവിടെ നമ്മൾ കാണുകയാണ്, യൂദിത്ത് രാജ്ഞിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ആ സൗന്ദര്യത്തെ കൊതിച്ചവനാണ് ഹോളഫർണസ്. പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവൻ്റെ തല വെട്ടി മാറ്റുന്നു, അവൻ്റെ തല നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു കൊതി അവനെ നയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ട് ഉണ്ടായൊരു കാര്യം, സങ്കീർത്തനം 78, സംഖ്യ 11 ഇതെല്ലാം വായിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കാടപ്പക്ഷികളെ പൊടി പോലെ ദൈവം ഭക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇസ്രായേൽ ജനം അവർ ഈ മാംസം കഴിക്കാനായിട്ട് അവർ കൊതിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈജിപ്തിൽ മാംസം ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പരിഭവം പറയുന്നൊരു രംഗം. കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് ഇഷ്ടംപോലെ ഏറ്റവും നല്ല മാംസം കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് കാടപ്പക്ഷികൾ അവർ താമസിച്ചിരുന്ന കൂടാരത്തിന് ചുറ്റും വന്ന് വീഴാൻ ദൈവം ഇടയാക്കി. പക്ഷെ ഒരു കാര്യം ആ കൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. ഇനി കൊതിയന്മാരുടെ മേൽ സങ്കീർത്തനം 78-ന്റെ 30-ാമത്തെ വചനം വായിക്കുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കൊതിയന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ഉയർന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ അവിടുന്ന് വധിച്ചു. ഈ 2 വചനഭാഗങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അവർക്ക് ആ മാംസത്തോടുള്ള കൊതി അതുമൂലം തലപോയി. അതാണ് നമ്മളിവിടെ കാണുക. സൗന്ദര്യം കൊതിച്ച ഹോളഫർണസിൻ്റെ തലപോയി. പ്രഭാഷകൻ 31:21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, അമിതാഹാരം, ഭക്ഷണത്തോട് കൊതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില തകർച്ചകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ,
ഇതെല്ലാം കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 31:21 മുതൽ വായിക്കുമ്പോൾ, അമിതമായിട്ട് ഭക്ഷിച്ചാൽ ഛർദ്ദിച്ച് കളയുക. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണ്ടല്ലോ. ആവശ്യത്തിന് ഭക്ഷിച്ച് കഴിയുമ്പോൾ അവിടെ നിർത്തിയാൽ പോരെ, ഛർദ്ദിച്ച് കളയുക. 31:20 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മിതമായി ഭക്ഷിച്ചാൽ സുഖനിദ്ര. അമിതാഹാരം വരുത്തുന്ന പ്രശ്നങ്ങൾ നിദ്രാരാഹിത്യം, ദഹനക്ഷയം, ഉദരവേദന, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ 37-ാം അധ്യായം 30-ാമത്തെ വചനം കൂടി എടുക്കുന്നെങ്കിൽ മറ്റൊരു കാര്യം കൂടി അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. രോഗം മാത്രമല്ല, മരണം പോലും, അകാല മരണം പോലും സംഭവിക്കാം. ഒരു ഡയബറ്റിക് രോഗി ആരും കാണാതെ വേണമെങ്കിൽ അവർ സൂത്രത്തിൽ എങ്ങനെയെങ്കിലും മധുരമുള്ള സാധനങ്ങൾ അതിനോടുള്ള കൊതിയുള്ളത് കൊണ്ട് എടുത്തു കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതവരെ അകാല മരണത്തിലേക്ക് പോലും നയിച്ചെന്ന് വരും. രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കൊതി മാറണമെന്നുണ്ടെങ്കിൽ മനസ്സ് വളരണം. നമുക്ക് ഭക്ഷണത്തോട് കൊതിയുള്ളവർ എന്തേരം കഴിച്ചെന്ന് പറഞ്ഞാൽ കൊതി മാറിയാലും, മനസ്സ് വളർന്ന വ്യക്തിയാണെങ്കിൽ അവരാവശ്യത്തിന് കഴിച്ചിട്ട് അവിടെ നിർത്തും. അത് ഏത് കാര്യമാണേലും, നമ്മുടെ സമ്പത്തിൻ്റെ കാര്യമാണേലും സുഖസൗകര്യങ്ങളുടെ കാര്യമാണേലും, മനസ്സ് വളർന്നവർക്ക് ഒരു അത്യാഗ്രഹമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. മൂന്നാമതൊരു കാര്യം, ഈ കൊതി മാറാൻ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആത്മീയ ഭോജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തവർക്ക് ശരീരത്തിന് എന്തുമാത്രം ഭക്ഷണം കൊടുത്താലും അവർക്ക് തൃപ്തി വരണമെന്നില്ല. എത്ര രുചികരമായ ഭക്ഷണം എന്തുമാത്രം കഴിച്ചാലും അവർക്ക് തൃപ്തി വരാതിരിക്കുന്ന അവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ സൂചിപ്പിച്ചാണ്, പല പ്രാവശ്യം ഒരേ ദിവസം അവന് സ്വയംഭോഗം നടത്തിയാലും അതിനോടുള്ള കൊതി അങ്ങ് മാറുന്നില്ല. ഇനി ഇങ്ങനെയുള്ള മേഖലയിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരണം. മനസ്സ് വളർന്നാൽ 1 തീമോത്തി 6-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടെങ്കിൽ സംതൃപ്തിയോടുകൂടി അത് വെച്ച് ജീവിക്കാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഈ ഒരു വലിയ അവസ്ഥയിലേക്ക്, ബോധ്യത്തിലേക്ക്, മാനസിക വളർച്ചയിലേക്ക്, വൈകാരിക പക്വതയിലേക്ക് നമ്മളെ നയിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കൊതിയും ദുർമോഹവും ബാധിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കൊരു ദൈവിക സ്പർശനം കിട്ടാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഉദ്ധാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.